പശുവിനെ വളർത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ 2 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട 2 നാടൻ പശുക്കളുടെ കിടാവുകളെ വീട്ടിൽ കൊണ്ടുവന്നത്. അവർക്ക് ഞങ്ങൾ ദേനുവും ബാനുവും എന്ന് പേര് കിട്ടും. അങ്ങനെ അവർ വലുതായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കൗതുകം, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യണമെന്ന്. താങ്ക്ഫുള്ളി 2ാമത്തെ അറ്റംപ്റ്റിൽ ദേനു പ്രഗ്നൻ്റായി. അപ്പോഴും ഒരു വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് പശുവിനെ വളർത്തുന്നത്. എങ്കിലും നോക്കാം എന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഒടുവിൽ 2 ആഴ്ച മുമ്പ് ദേനു പ്രസവിച്ചു. അവൾക്കൊരു മൂരിക്കുട്ടനാണ് ഉണ്ടായത്. അവനെ ഞങ്ങൾ അമ്പാടി എന്ന് പേരും ഇട്ടു. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ വീട്ടിൽ കോഴീനെ വളർത്തി അടവച്ച് മുട്ട വിരിയിച്ചിട്ടുണ്ട്. അതേപോലെ മുയലിനെ വളർത്തിയപ്പോൾ അതിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പശുവിൻ്റെ പ്രസവം എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള, ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നമ്മുടെ വീട്ടിലൊരു മനുഷ്യക്കുട്ടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അത്രത്തോളം തന്നെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അമ്പാടി ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പശുവിനെ വളർത്തുന്നതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ബട്ട് താങ്ക്ഫുള്ളി എല്ലാം വളരെ നല്ല രീതിയിൽ അവസാനിച്ചു. പശു പ്രസവിക്കുന്നത് വീടിനൊരു ഐശ്വര്യമാണെന്നും കൂടിയാണ് പറയുന്നത്.